നമസ്കാരം, എല്ലാവർക്കും പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് വെച്ചാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുന്ന വഴിതെറ്റിപ്പോകുന്ന യുവാക്കളെ കുറിച്ച് എന്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹവുമായി ഇന്നത്തെ സംവാദത്തിൽ നമുക്ക് ഏർപ്പെടാം. മിസ്റ്റർ അവിനാഷ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മദ്യത്തിലൂടെ വഴിതെറ്റുന്ന സമൂഹത്തെ കുറിച്ചാണ്. ഈ കേരളത്തിൽ നിന്ന് മദ്യത്തിന്റെയും ലഹരി ഉപയോഗം വളരെയധികം കൂടിയിരിക്കുന്നു. ഇതിലെന്താണ് തങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യം അനിവാര്യമായ ഘടകമാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇതാണ്. എല്ലാ വിഷയങ്ങളിലും മദ്യമുണ്ട്. കല്യാണം, ബാല്യകാച്ചൽ, മരണം, അടിയന്തരം എല്ലാം. അപ്പോ ഇതിലൊക്കെ മദ്യം ഉപയോഗിക്കണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഉപയോഗിക്കണ്ടേ? ഉപയോഗിക്കുമ്പോൾ ജനം വഴിതെറ്റുകയല്ലേ ചെയ്യുന്നത്? എത്ര നാശമാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്? മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും MDMA പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ എന്തുമാത്രം ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഇത് ഉപയോഗിക്കാത്ത ഒരു സമൂഹമല്ലേ നമുക്ക് ആവശ്യം? അതായത് 2500 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ യേശുക്രിസ്തു പച്ചവെള്ളം വീഞ്ഞാക്കിയില്ലേ? അത് മദ്യമല്ലേ? അത് ലൈസൻസ് ഇല്ലാത്ത മദ്യമല്ലേ? ഞാൻ പറഞ്ഞ ലൈസൻസ് ഉള്ള മദ്യത്തെ കുറിച്ചാണ്. 251% നികുതി സർക്കാർ ഏർപ്പെടുത്തണം. 251% നികുതി ഏർപ്പെടുത്തുന്ന മദ്യം എന്തിനാണ് 500 രൂപയ്ക്ക് വെക്കുന്നത്? 29 രൂപയ്ക്ക് കിട്ടാൻ പോലെ. സർക്കാരിന് വേണ്ടി വരുമാനം. അവർക്ക് വരുമാനം കിട്ടുമ്പോൾ നമ്മളെ പോലെയുള്ള യുവാക്കൾ വഴിതെറ്റി കുടിച്ച് പണ്ടാരടങ്ങല്ലേ ചെയ്യുന്നത്. അവിനാഷ്, ഈ പണ്ടാരം കിടങ്ങുന്നൊരു പേര് നമുക്ക് മാറ്റി കൊടുക്കും. സിനിമാറ്റിക് വേർഡായിട്ട് എനിക്ക് തോന്നുന്നു പണ്ടാരം പറയുന്നത്. നമ്മൾ കണ്ടേക്കുന്ന പല സിനിമകളിലും വെള്ളം അടിക്കുന്ന സീനുകളിലൊക്കെ കരിക്ക് ഒഴിച്ചടിക്കുന്നത് അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. കരിക്കിൽ ഒഴിച്ചടിക്കുക. അപ്പം ഈ മദ്യം നമ്മളെ വഴി തെറ്റിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ താങ്കൾ എന്താണ് പറയാ? ഉണ്ടോ? ഉള്ളോ? മദ്യം നമ്മളെ വഴി തെറ്റിക്കുന്നില്ല. മദ്യം അടിച്ചിട്ട് നമ്മളാണ് വഴി തെറ്റിക്കുന്നത്. അവിനാഷ്, താങ്കൾ ഒരു മദ്യപാനിയല്ലേ? താങ്കൾ അമിതമായി മദ്യം ഉപയോഗിച്ച് വഴിയിൽ കിടന്ന പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാപാലികനായിട്ട് ഇവിടെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവര് കിടക്കുന്നു. താങ്കൾ എന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വലിച്ചിടാൻ ശ്രമിക്കുന്നത് ഒരു മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു നവംസകമാണ്. നരസിംഹത്തെ പറ്റി പറയുമ്പോൾ വെള്ളിയാട്ടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കൈരളി ചാനൽ സ്ഥിരമായി പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയാണ് വെള്ളിയാട്ട്, അല്ലെ? നിരത്തി വരയ്ക്കുന്ന സീൻ ഉൾപ്പെടെ. പക്ഷെ ആ സിനിമയിൽ മദ്യം ഉപയോഗിക്കുന്നില്ല. പക്ഷെ നരസിംഹത്തിൽ മദ്യം ഉപയോഗിക്കുന്നുണ്ട്, കുളത്തിൽ മുക്കിയിരിക്കുന്നത്. അപ്പോൾ ആരാണ് മദ്യത്തെ ബാധിക്കുന്നത്? മമ്മൂട്ടിയോ മോഹൻലാലോ? ആരാണ്? ഞാൻ ഒരു നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പിടിച്ച് നിങ്ങളെ പോലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന മദ്യം, മയക്കുമരുന്ന് ഇതിനൊക്കെ ഞാൻ ഭയങ്കര എതിരാണ്. മദ്യം, മയക്കുമരുന്ന്, ഹാൻഡ്, കൂളിബ്, അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് സമൂഹത്തിന് ദൂഷ്യം ചെയ്യും. അവിനാഷിനെ പോലുള്ള യുവാക്കൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ആളുകളെ ബോധവൽക്കരണം നടത്തി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. വെല്ലുവിളികളാവാം. നീ കൂടുതൽ ഓണം കൊണ്ടാണ്. പക്ഷെ നീ വന്ന ഓണത്തിന്റെ കാറ്റ് മുഴുവൻ കൊടുത്ത ഞാൻ ആ ഓണത്തെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം വിചാരിക്കണം. ഈ മാവേലി ഉണ്ടായിരുന്നെങ്കിൽ ഓണം ഉണ്ടാവുമായിരുന്നു. രാമനൻ ഇതിനെല്ലാം കാരണം അവനെ വട്ടത്തിൽ കുഴി കുട്ടി മുകളിൽ ചോദിച്ചാട്ടെ, അല്ലേ? മാവേലിയുടെ വെല്ലുവിളികളാവാം.